ആരാധന എന്ന വിഷയത്തിലേക്കാണ് ഈ 10 ദിവസം നമ്മുടെ ചിന്തകൾ നാം ഏകോപിപ്പിക്കുന്നത്. പുറമേയുള്ളതിനല്ല, നമ്മുടെ ഉള്ളിൽ എന്താണ് എന്നതനുസരിച്ചാണ് ആരാധന നിർണയിക്കപ്പെടുന്നത്. Whether or not I worship depends more on what is going on inside in me than what is going on the place of something. നമ്മൾ കൂടി വന്ന സ്ഥലത്ത് എന്ത് സംഭവിക്കുന്നു, അവിടെ എന്തുണ്ട്, അവിടെ എങ്ങനെ ഇരിക്കുന്നു, അവിടെ എങ്ങനെ നടക്കുന്നു, ഇതല്ല ഒരു സത്യ നമസ്കാരിയുടെ ആരാധന നിർണയിക്കുന്നു. ആ വ്യക്തിയുടെ ഉള്ളിൽ എന്താ, what is inside me, that determines worship. നമ്മുടെ മുമ്പിലുള്ള ഈ അല്പസമയത്തിൽ ആരാധന എന്ന വിഷയത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ്. ചില ഹെഡിങ്ങുകളിലൂടെ നമുക്ക് കടന്നു പോകാം. ആദ്യമായി വാട്ട് ഈസ് വർഷിപ്പ്, ആരാധന എന്താണ്? ചില ഡെഫിനിഷൻസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ഇറ്റ് ഈസ് എ ഓവർഫ്ലോ ഓഫ് എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട് അണ്ടർ ദ സെൻസ് ഓഫ് ഡിവൈൻ ഫേവർ. അതായത് ദൈവിക പ്രസാദം ലഭിച്ച ഒരു ഹൃദയം. സെൻസ് ഓഫ് ഡിവൈൻ ഫേവർ. ഐ റിസീവ്ഡ് blessings of God. I received favors from God. എനിക്ക് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ച ഒരാളാണ്. And I am grateful for it. എനിക്കതിനോട് നന്ദിയുണ്ട്. അത് ഹൃദയത്തിൽ നിന്ന് നുരഞ്ഞ് പതഞ്ഞ് കവിഞ്ഞ് പുറത്തേക്കും. And the definition says, worship is an outpouring of a soul at rest in the presence of God. ദൈവസന്നിധിയിൽ ഒരു ആത്മാവ്, ഒരു പ്രാണൻ വിശ്രമിച്ചിരിക്കുന്നു. ആ വിശ്രമിച്ചിരിക്കുന്ന ദൈവസന്നിധിയിലെ ആത്മാവിന്റെ ഔട്ട്പോറിംഗ് ആണ്. The soul is resting in the presence of God. അതാണ് ആരാധനയുടെ മറ്റൊരു ഘടകം. കൂടാതെ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ worship is the occupation of the heart, not with its needs, not even with its blessings, but with God himself. ആരാധനയിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, ആ വ്യക്തിയുടെ ഹൃദയം. നമ്മൾ ഓരോരുത്തരും ഈ പ്രഭാതത്തിലൂടെ കടന്നു വന്നപ്പോൾ 100 കൂട്ടം ആവശ്യങ്ങളുള്ളവർ, നമുക്ക് ലഭിച്ച പലവിധമായ അനുഗ്രഹങ്ങളുണ്ട്. പക്ഷെ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നതായ നമ്മുടെ ഹൃദയത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളല്ല, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളല്ല, but God himself. ദൈവത്തിൽ തന്നെ നമ്മുടെ ഹൃദയം ധ്യാനനിമഗ്നമായി ഏകാഗ്രമായിരിക്കുന്ന ഒരവസ്ഥ. We have so many needs. Yes, it is. We received so many blessings. Yes, thank God for that. But we are focusing on God himself. Worship is also defined as the usurping of a heart that does not God the Father as giver, Son as Savior, and Holy Spirit as an indwelling guest in our life. ആരാധന എന്നത് പിതാവായ ദൈവം സകലതും നൽകുന്നവൻ, യേശു ക്രിസ്തു നമ്മുടെ രക്ഷകൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്ന ഒരു അതിഥി എന്ന ബോധ്യമാണ് ആരാധനയ്ക്ക് ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഘടകം. ചുരുക്കമായി പറഞ്ഞാൽ worship is recognizing God for who he is. ദൈവം ആര് എന്ന് വാസ്തവത്തിൽ തിരിച്ചറിയുക. തീർന്നില്ല. Also recognizing yourself for who you are and responding appropriately. യഥാർത്ഥത്തിൽ ആരാധന സംഭവിക്കണമെങ്കിൽ we need to recognize, നാം തിരിച്ചറിയണം God who is. ദൈവം ആരാണ്? വളരെ ബ്ലെസ്സഡ് സാമായിരുന്നു നമ്മൾ ഇത് ധ്യാനിച്ചത്. It's only because we don't have enough time to just give to talk for us time. But it's a very wonderful song. And he did a very wonderful service. So recognizing who God is. ദൈവം ആര് എന്ന് തിരിച്ചറിവുണ്ടാകുന്നു. We recognize who am I.
ഞാൻ ആര് എന്ന് തിരിച്ചറിയുന്നതാണ്. യെശയ്യാവ് 6 കാണാം, ലൂക്കോസ് 5 കാണാം, വെളിപാട് 1 കാണാം. ദൈവം ആരെന്നുള്ള തിരിച്ചറിവുള്ളപ്പോൾ മാത്രമാണ് നാം നമ്മെ തിരിച്ചറിയുന്നത്. അത് മാത്രം പോരാ, I need to respond appropriately. ഈ തിരിച്ചറിവിനോട് പ്രതികരിക്കണം. ദൈവം ആരെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടെങ്കിൽ ആ ദൈവം ഉന്നതനാണ്, വർത്തിയാണ്, മഹോന്നതനാണ്, പരമോന്നതനാണ്, വിശുദ്ധനാണ്, സൃഷ്ടാവാണ്, പരിപാലകനാണ്, ഇടയനാണ്, അദൃശ്യനാണ്, നിത്യനാണ്, രാജാവാണ്. ആയിരക്കണക്കിന് വിശേഷണങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം ആര് എന്ന് തിരിച്ചറിയുമ്പോൾ I will respond appropriately to that understanding. അതിനോട് അനുയോജ്യമായ നിലയിൽ ഞാൻ പ്രതികരിക്കും. അതോടൊപ്പം ഞാൻ ആരാണ്? I am weak, humble, sinful, ungrateful, disobedient. ഞാൻ പാപി, അരിഷ്ടൻ, ദുഷ്ടൻ, വഞ്ചകൻ, കുതന്ത്രങ്ങളുള്ളവൻ, അപമാനിക്കുന്നവൻ, സ്നേഹമില്ലാത്തവൻ. ഞാൻ ആരാണ്? അപ്പോൾ ഞാൻ ദൈവത്തിന്റെ കയ്യിൽ മുറുകെത്തി. നമ്മെ തിരിച്ചറിയണം. നമ്മെ തിരിച്ചറിയുന്നത് ദൈവം ആരെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ്. So worship affirms the worthiness of God and the frailty of man. ആരാധനയിൽ ദൈവം യോഗ്യൻ എന്നുള്ള ഉറപ്പിക്കുക. ദൈവമേ നീ യോഗ്യൻ, സർവ്വ ആരാധനയ്ക്കുമായി നീ യോഗ്യൻ, എന്നെ അതിശയകരമായി മെനക്കെടുത്തിരിക്കുന്നു. You made me wonderfully. Even I don't understand, but I know in my heart you made it. എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു, നീ എന്നെ അതിശയമായി തന്നെ. ദൈവം ആരാധനയ്ക്ക് എത്ര യോഗ്യനെന്ന് തിരിച്ചറിവ്, അതോടൊപ്പം മനുഷ്യൻ എത്ര ബലഹീനൻ. It reminds of our dependence upon God. ആരാധന സന്ദർഭങ്ങളാണ് നമുക്ക് ദൈവത്തെ എത്രമാത്രം ആവശ്യമാണ്, ദൈവത്തെ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമായി ബോധ്യപ്പെടുന്ന സമയമാണ് ആരാധനയുടെ സമയം. While all these definitions contribute to our understanding, എന്താണ് ആരാധന എന്നുള്ള നമ്മുടെ അറിവിലേക്ക് ഈ നിർവചനങ്ങൾ എല്ലാ സംഭാവനകൾ നൽകുന്നുണ്ടെങ്കിൽ പോലും none of them can explain all that it is. ആരാധന എന്തെന്നുള്ളത് ഈ നിർവചനങ്ങൾ ഒന്നും ഒതുങ്ങി. ഞാൻ എപ്പോഴും പറയും, ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിന്റെ പ്രോഗ്രസ് നടക്കൂ. സ്നേഹം സ്നേഹിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്, പ്രസംഗിക്കുന്നവർക്കുള്ളത്. ആരാധനയുടെ ആളുകൾ അറിയുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ജീവിതമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, why are we to worship? എന്തുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കണം? We are weakest when we worship because then we are more aware of our human weaknesses. നാം ആരാധിക്കുമ്പോൾ നാം ബലഹീനരായിത്തീരും. കാരണം നാം നമ്മുടെ കുറവുകൾ തിരിച്ചറിയും. നമ്മുടെ വീക്ക്നെസ് നമ്മൾ തിരിച്ചറിയുമ്പോൾ God, I am nothing. I need your mercy. എനിക്ക് നിന്റെ കരുണ വേണം, എനിക്ക് നിന്റെ കൃപ വേണം. ഞാൻ വീക്കാണ്, ബലഹീനനാണ്, ഏതുമില്ലാത്തവനാണ്, പൊടിയാണ്. I am weak in worship because I am aware of my weakness. At the same time, we are strong in our worship because we draw upon the strength of the sovereign God. അതേ സമയത്ത് ആരാധനയിൽ നാം ശക്തീകരിക്കപ്പെടും. കാരണം പരമോന്നതനായ ദൈവത്തിന്റെ ശക്തി നമ്മിലേക്ക് പകരും. ദൈവത്തെ ആരാധിക്കും. തന്നോട് ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർ, തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടത് അവന്റെ കണ്ണ് ഭൂമിയിലെങ്ങും ഊരാനുസരിച്ചു. His eyes are running here and to and fro. He is looking after somebody whose heart is single-mindedly devoted to God, and he is showing his power upon that person. വാക്യം കണ്ടുപിടിക്കുക, പഴയ ഏതെങ്കിലും നോട്ട് നോക്കിയാൽ God is the only one, and God is the one who calls us to worship. ആരാധിക്കുവാൻ നമ്മെ വിളിച്ചത് ദൈവം. He designed us that way. ദൈവം നമ്മെ ആ തരത്തിലാണ് രൂപകൽപ്പന ചെയ്യുന്നത്. ദൈവത്തെ ആരാധിക്കുവാൻ പാകത്തിനാണ് ദൈവം നമ്മെ ഡിസൈൻ ചെയ്തെടുത്തത്. People are so designed that without worship you are empty and unfulfilled. ദൈവം മനുഷ്യനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്
ദൈവം മനുഷ്യനെ മെനഞ്ഞെടുത്തിരിക്കുന്നത് തീർച്ചയായും ആ ഒരു അവസ്ഥയിലാണ്. ദൈവത്തെ ആരാധിക്കുവാനുള്ള ചേതനകൾ, സംവിധാനങ്ങൾ, പ്രാപ്തി, കഴിവ്, യോഗ്യത, ഭാഗ്യം, അനുഗ്രഹം, പുണ്യ, കൃപ, സകലമായ സംവിധാനങ്ങളോട് കൂടിയാണ് ദൈവം മനുഷ്യനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യൻ ദൈവത്തെ വാസ്തവത്തിൽ ആരാധിക്കുന്നില്ലെങ്കിൽ അവൻ എംപ്റ്റിയാണ്, അവൻ അസ്വസ്ഥനാണ്. കൂട്ടിനകത്ത് അടച്ചിരിക്കുന്ന വെടിവിനെ പോലെ, പുലിയെ പോലെ അസ്വസ്ഥനാണ്. അവൻ സ്വസ്ഥതയില്ല. എന്റെ മറുവശം ചിന്തിച്ചാൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനെ അവൻ ചുറ്റും എന്തെല്ലാം തിരമാലകളുടെ അവന്റെ പ്രാണൻ ദൈവത്തിൽ ശ്രമിക്കുക. God knows that if you do not worship him, we will seek worship in something else or someone else. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് അറിയാം, മനുഷ്യരായി നാം ദൈവത്തെ ആരാധിക്കുന്നില്ല എങ്കിൽ നാം എന്തിനെയെങ്കിലും ആരെയെങ്കിലും ആരാധിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 26-ാം വാക്യം വ്യക്തമാണ്. He made us in his own image. ദൈവം നമ്മെ തന്റെ ഛായയിൽ, തന്റെ സാദൃശ്യത്തിൽ നമ്മെ മെനഞ്ഞെടുത്തു. In his own image. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ മെനഞ്ഞെടുത്തു. ആർക്കെങ്കിലും വായിക്കാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം. അനന്തരം ദൈവം നമ്മുടെ ദൈവം തന്നെ സംസാരിക്കുന്നു. അതായത് ഇന്റർട്രിനിറ്റേറിയൻ കോൺവെർസേഷൻ. ദൈവം ഏകനല്ല, ദൈവം ത്രിഏകനാണ്. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന റെവലേഷൻ പുതിയത്തിലാണെങ്കിലും ഓൾഡ് ടെസ്റ്റ്മെന്റിൽ എലോഹിം പ്ലൂറലാണ്. ദൈവത്തിൽ ഒന്നിലധികം ആളത്വങ്ങളുണ്ട്. സോ ദേ സ്പീക്ക് ഓൺ അനദർ, സംസാരിക്കുന്നു. ദൈവം മാലാഖയോടല്ല, മറ്റു ഭൂമിയിൽ വേറെ മനുഷ്യരില്ല. സോ ഹി സ്പീക്കിംഗ് ടു ഹിംസെൽഫ്. ദൈവം പറയുകയാണ്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം, നമ്മുടെ സാദൃശ്യപ്രകാരം, നമ്മുടെ സാദൃശ്യത്തിൽ, see the extension of his nature. വളരെ ശ്രദ്ധിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവം തന്റെ സാദൃശ്യത്തിൽ, തന്റെ ഛായയിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നേച്ചറിന്റെ എക്സ്റ്റൻഷൻ ആണ്. നമ്മൾ പറയുന്നത് കാക്കനാട് മെയിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിന്റെ എക്സ്റ്റൻഷൻ തോപ്പുംപടിയുണ്ട്. അല്ലെങ്കിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ എക്സ്റ്റൻഷൻ ബാംഗ്ലൂരിലുണ്ട്. The extension of the nature of God in man. ദൈവത്തിന്റെ ഛായ, ദൈവത്തിന്റെ സാദൃശ്യം. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിലെ മറ്റൊന്നിനും ദൈവത്തെ ആരാധിക്കാനുള്ള കപ്പാസിറ്റി, കഴിവ്, പ്രാപ്തി, യോഗ്യത, അനുഗ്രഹം, അവസരം, അവകാശമില്ലാത്തത്. ദൈവത്തിന്റെ ഛായയിലാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് നാം മെനയപ്പെട്ടിരിക്കുന്നത്. So only we can worship God. മനുഷ്യന് മാത്രം കഴിയുന്നില്ല. The crowning point of creation of man. സൃഷ്ടിയുടെ മൗനം. A living human made in God's image. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവൻ. And this defined man's unique relationship to God. ദൈവത്തിന്റെ ഛായ, ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറയുമ്പോൾ അവിടെ ദൈവം ഉദ്ദേശിക്കുന്നത്, അനർത്ഥമാക്കുന്നത് ദൈവവുമായിട്ട് മറ്റാർക്കുമില്ലാത്ത, തുലനം ചെയ്യാൻ കഴിയാത്ത ഒരു യുണീക്ക് റിലേഷൻഷിപ്പ് മനുഷ്യ നിനക്ക് സാധ്യമാണ്. It is possible, oh man, to have a relation with me which the creatures nothing can enjoy. Man is a living being capable of embodying God's communicable attributes. ദൈവത്തിന്റെ പല പല വീര്യങ്ങളുണ്ട്. സ്നേഹം, കരുണ, ദയ, വിശ്വസ്തത, സന്തോഷം, വിശുദ്ധി, നിർമ്മലത, പവിത്രത. ദൈവത്തിന്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകൾ, സ്വഭാവ വൈശിഷ്ട്യങ്ങള് പ്രപഞ്ചത്തിലെ പൂച്ചയ്ക്കും പട്ടിക്കും കുരങ്ങനും കഴുതയ്ക്കും ആമയ്ക്കും ഹിപ്പോപ്പൊട്ടാമസിനും ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. Only the human being. അവരോട് നമുക്ക് കരുണ കാണിക്കാൻ കഴിയും, സ്നേഹം കാണിക്കാൻ കഴിയും,
Because we are created in the image of God. അതുകൊണ്ടാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിട്ട് ക്രിസ്തുവിനെ പോലെ അനുഭവമാക്കുന്നതൊക്കെ റോമാലേഖനത്തിന്റെ 8:20 കൊലോസ്യർ 3:10 ജെയിംസ് 3:19 പറയുന്ന നമ്മുടെ ഹോപ്പ് അതാണ്. We can become like God. ദിവസത്തിലെ ആ ചിന്താഗതിയല്ല, വിവേകാനന്ദ പഠിപ്പിച്ച ചിന്തയല്ല, ക്രിസ്ത്യൻ തോട്ട്. When a person is saved, ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ അവർ കടന്നു വരുമ്പോൾ, അവരിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തന ഫലമായി അവർ ദൈവത്തെ പോവുകയാണ്. This is the process. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ പറയുന്നത്, He made from dust. നാം പൊടിയിൽ നിന്നുണ്ടായി. But man's value is not in the physical components that form this body. മനുഷ്യന്റെ മൂല്യം എന്ന് പറയുന്നത് ഈ ഭൗതിക ശരീരമല്ല. മനുഷ്യന്റെ മൂല്യം എന്ന് പറയുന്നത് ഈ ഭൗതിക ശരീരം ഉണ്ടാക്കപ്പെട്ട വസ്തുക്കളല്ല. But in the quality of life which formed his soul. അവന്റെ ജീവന്റെ ഗുണമുണ്ട്. ദൈവം അവനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റി. അതാണ് അവന്റെ ക്വാളിറ്റി, അവന്റെ മൂല്യം. ദൈവം നമ്മളെ പാപത്തിൽ വീഴുപോയ മനുഷ്യൻ ഇവിടെ നശിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. He wanted to take us to heaven, take us to eternity. Therefore, He wants us to draw into His presence. ചിന്തിക്കുക, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് താൻ വീണ്ടെടുക്കപ്പെട്ട തന്റെ ജനം തന്റെ അടുക്കലേക്ക് ആകർഷിക്കപ്പെടണം. They should be drawn into His presence so that they can know Him better and they can emulate Him. We are thrown into the presence of God so that we can know Him better and we can emulate Him. പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങളെ വേണ്ടി ദൈവമാണ് അവരുടെ സന്നിധിയിൽ കൂട്ടിച്ചേർന്നത്. It's so clear in the Psalm 139. Every thoughts are His thoughts. Our desire അവൻ തരുന്നതാണ്. We are thrown into His presence. Why? For what? To know Him better. ദൈവത്തെ അറിയാൻ, കൂടുതലായിട്ട് അറിയാൻ. എന്തിനാണ് അറിയുന്നത്? So that we can emulate Him. അവനെ അനുകരിക്കുവാൻ, അവനെ പോലെ ആയി തീരുവാൻ. He is drawing us. മാഗ്നറ്റിലേക്ക് ഇരുമ്പ് കഷ്ണം ആകർഷിക്കപ്പെടുന്നത് പോലെ we are drawn, we are attracted to God so that we can know Him through singing, through songs, through the message. We are knowing Him better and better and we can emulate Him. ആളുകൾ ആരെ എന്തിനെ ആരാധിക്കുന്നുവോ അവർ അതിനെ പോലെയാണ്. കാളയെ ആരാധിക്കുന്നവർ കാളയെ പോലെ, രക്തദാഹിയ രൂപത്തെ ആരാധിക്കുന്നവർ രക്തദാഹമുണ്ടാകും. Psalm 115 verse 8 says, those who make idols and images and people who rely upon them will be like them. ജീവനില്ലാത്തവരെ പോലെയാണ്. 1 Corinthians 15:49 നമ്മൾ സുപ്രധാനമായ ചില പോയിന്റുകൾ നിങ്ങളോട് അവതരിപ്പിക്കാനുള്ള ആരാധനയുടെ പ്രിൻസിപ്പിൾസ് 10 അതിലേക്ക് എനിക്ക് എത്തണമെന്നുള്ള അധികമായുള്ള എക്സ്പ്ലനേഷൻ ഞാൻ കട്ട് ചെയ്യുകയാണ്, സമയപരിധികൾ. 1 Corinthians 15:49 നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കണം. യെസ്, മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ, മണ്ണുകൊണ്ടുള്ളവൻ ആദാമിന്റെ പ്രതിമ ധരിച്ചതുപോലെ. ആദാം വാസ് ക്രിയേറ്റഡ് വിത്ത് എ നാച്ചുറൽ ബോഡി. ഒരു ശരീരത്തോടു കൂടി ആദാം വിലയപ്പെട്ടു. ആദാമിന്റെ സന്തതികളായി നമുക്കും ശരീരം കിട്ടി. പക്ഷെ മറ്റൊരു ആദാമുണ്ട്, ഒടുക്കത്തെ ആദാം, ലാസ്റ്റ് ആദാം ക്രിസ്തു. ആ ക്രിസ്തുവിനെ നമുക്ക് കിട്ടുന്ന ഭൗതിക ശരീരമല്ല, സ്പിരിച്വൽ ബോഡീസ് ഇൻ റിസറക്ഷൻ. നാം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, രൂപാന്തരപ്പെടുമ്പോൾ നമുക്കൊരു ആത്മീക ശരീരം കിട്ടും. ആ ശരീരത്തിലാണ് നാം നിത്യതയിൽ വസിക്കാൻ പോകുന്നത്. ഒരു ഭൗതിക ശരീരം ആദാമിന്റെ സന്തതികളായി നമുക്ക് ലഭിച്ചതുപോലെ, ധരിച്ചതുപോലെ ആത്മീയ ശരീരം നമുക്ക് ലഭിക്കുന്ന 2 Corinthians 3:18 2 Corinthians 3:18 പറയുന്നു, 3 വര നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി
അതേ പ്രതിമയായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെടുന്നു. When we come to Christ, the obstacle is removed. കർത്താവ് യേശുവിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ തടസ്സമായിരുന്ന മോശയുടെ മുഖത്തുണ്ടായ പ്രതിബിംബിച്ച ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ തേജസ് മോശ റിഫ്ലക്ട് ചെയ്തു. ദൈവത്തെ മോശ കണ്ടു. മോശ ദൈവത്തെ കണ്ടപ്പോൾ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ആ ഇലുമിനേഷൻ മോശയുടെ മുഖത്ത് പ്രതിബിംബിച്ചു. പക്ഷെ അത് ഉൾക്കൊള്ളുവാനുള്ള കഴിവ് ഇസ്രായേലിനില്ല. ദൈവം മോശയുടെ മുഖത്ത് മൂടുപടമിട്ടു. എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് ദൈവത്തിന്റെ നോളേജ്, ദൈവത്തിന്റെ ലൈറ്റ്, ദൈവത്തിന്റെ പരിജ്ഞാനം മനുഷ്യവർഗത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഒരുവൻ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ എന്ത് നീങ്ങിപ്പോകുന്നു? മൂടുപട നീങ്ങിപ്പോകുന്നു. And if you are beholding the face of Christ, if you are looking constantly into the face of Christ through the scripture, ദൈവത്തിന്റെ വചനത്തിലൂടെ യേശുവിന്റെ മുഖത്തേക്ക് നീ നിരന്തരമായി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീയും അതേ പ്രതിമയായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു ഭൗതിക ലോകത്തിൽ നിന്ന് നീ മറ്റൊരു ലോകത്തിലേക്ക് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയിൽ എന്താകും? That is ultimate goal of every believer. ഇതൊന്നും നാം സ്വീകരിക്കുന്നില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. 1 യോഹന്നാൻ 3:2. നാം എന്തായി തീരുമെന്ന് ഇതുവരെ അറിവായിട്ടില്ല. കാമീന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുക പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. That's true. അങ്ങനെ തന്നെ മാറുന്നു. Yes, it is true. ലോകം വരെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മളെ ആരും അറിയില്ല. ഒരു ട്രൂ ചൈൽഡ് ഓഫ് ഗോഡിനെ വേൾഡ്ലി പേഴ്സൺ തിരിച്ചറിയില്ല. എന്നിട്ട് 2-ാം വാക്യം, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ now we are the children of God. Are you sure? Are you confident? Are you a child of God? Are you behaving like a child of God? നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. Then നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായി നമ്മൾ അറിയേണ്ട കാര്യമല്ല. പക്ഷെ എന്ത് സംഭവിക്കും? അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ, ഇന്ന് യേശു ഇരിക്കുന്ന അവസ്ഥ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തില് വേറെ എംഫസിസ് കൊടുക്കും. നിലവിളക്ക് നടുവിൽ നടക്കുന്നവൻ, വാർത്ത പൊങ്കച്ച കെട്ടവൻ, തീച്ചോരയുടെ കണ്ണിലുള്ളവൻ, അതല്ല യേശുവിന്റെ ഇപ്പോഴത്തെ രൂപം. അവിടെ വേറെ എംഫസിസ് ആണ്. സഭയുടെ നടുവിൽ നടക്കുന്ന കർത്താവ് കാണിക്കുകയാണ് താൻ ഇങ്ങനെയാണ് സഭകളെ പരിശോധിക്കുന്നതെന്ന്. അതിൽ വെച്ച ചിത്രമാണത്. ഇപ്പോൾ യേശു താൻ ഇരിക്കുന്നത് പോലെ നാം കാണുന്നതാകിയാൽ അവനോട് സദൃശ്യന്മാരാണ്. Very confident what is going to happen to me and you if you are in Christ. ക്രിസ്തുവിലാണ് ദൈവമക്കളാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് കൃത്യമാണ്. ഞാനൊരു സംശയത്തിന്റെ കാര്യമുണ്ട്. So God really wants Joseph to restore mankind's relationship with him. ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യരുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടണം. To restore mankind's relationship to God. God sees, wish, please come and give your hand. Let me shake hands with you. Please restore your relation with me. And he knows that if we become worshippers, bracket, true worshippers, ദൈവത്തിന് അറിയാം നാം ആരാധകരാണെങ്കിൽ, എംഫസിസ് സത്യ ആരാധകരാണ്, സത്യ നമസ്കാരികളാണെങ്കിൽ കള്ളം പറയാൻ പറ്റില്ല, വഞ്ചിക്കാൻ പറ്റില്ല, മോഷ്ടിക്കാൻ പറ്റില്ല, ദുർനിർമ്മിക്കാൻ പറ്റില്ല, പരസ്പരം മോഹിക്കാൻ പറ്റില്ല, ഒളികളിട്ട് നോക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. If you and me are true worshippers, നിങ്ങൾ ഞാൻ സത്യമനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും പറയും, സഹോദരങ്ങളെ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഫസ്റ്റ് ഡേ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ പറയും ലെറ്റ്സ് ഗോ ആൻഡ് റിസ്റ്റോർ. നമുക്ക് പോയി മനസ്സിലാക്കാം, നമുക്ക് പോയി നേരെയാക്കാം, എന്നിട്ട് ഒന്ന് ആരാധിക്കാൻ. അത് സംഭവിക്കാത്തിടത്തോളം ഐ വോണ്ട് സേ they are worshipping God. കാരണം വർഷിപ്പ് ചെയ്യുന്ന ഒരാൾക്ക് വഞ്ചിക്കാൻ പറ്റില്ല, ഒരാളെ കുഴി തള്ളിയിടാൻ പറ്റില്ല, ദുർനടപ്പിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം God wants to clean us up. ദൈവം നിങ്ങളെ എന്നെ വെടിപ്പുള്ളവരാക്കാൻ, വൃത്തിയുള്ളവരാക്കാൻ, അവരുമായി കൂട്ടിയോജിപ്പിക്കാൻ, നമുക്ക് വേണ്ടി കർത്താവ് യേശുക്രിസ്തു നടത്തിയ പരമയാഗത്തിൽ ആശ്രയിക്കുന്ന നമ്മെ വെടിപ്പാക്കാൻ ആഗ്രഹിക്കുന്നു.
അതിന് ദൈവം ആരാധനയുടെ സംവിധാനം വെച്ചു. He seeks to keep us clean through worship. ഈ ആരാധനകളിലൂടെയാണ് അവൻ നമ്മെ വിശുദ്ധി നിലനിർത്തുന്നത്. Maintain. So he also knows that if we maintain our relationship with him, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, ദൈവം ആര് ഞാൻ ആര് എന്ന തിരിച്ചറിവോടുകൂടി ദൈവത്തോടുള്ള ബന്ധം ഞാൻ നിലനിർത്തിയാൽ, I will share the joys and benefits of the relationship with the world around. അങ്ങനെയുള്ള ബന്ധത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ നമ്മൾ ഇടവിടാതെ പറഞ്ഞുകൊണ്ടിരിക്കും. കുഞ്ഞായ്മയില്ല, പരദൂഷണമില്ല, കളിയാക്കലില്ല, ആരോപണങ്ങളില്ല, കുറ്റപ്പെടുത്തലുകളില്ല, ഒന്നുമില്ല. കാരണം ദൈവത്തെ ആരാധിക്കുന്ന ഞാൻ അനുഭവിക്കുന്ന ആ ബന്ധത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും അനുഗ്രഹങ്ങളും പറഞ്ഞു തീരാൻ സമയമില്ല. എന്റെ നാവയെ വർണ്ണിക്കും, എന്റെ വാതിനെ സ്തുതിക്കും. ആ വ്യക്തിക്ക് പരാതിയില്ല, പരിഭവമില്ല. Because he is a true worshipper of God. He is a true worshipper of God. Worship is drawing into the presence of God. നിങ്ങൾ ഞാനും ഇപ്പോൾ നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിലാണ്. ദൈവ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് പോലെ ഇരിക്കും. ഇല്ല. Thank you. You are honest. Are you in the presence of God? We are not here to celebrate an idea about God. ദൈവത്തെ കുറിച്ചൊരു ആശയം ആഘോഷിക്കാനല്ല. We are here not to celebrate a part of his nature. അവരുടെ ഏതെങ്കിലും സ്വഭാവ വിശേഷങ്ങളെ ധ്യാനിക്കാനില്ല. We are attracted to the presence of God. ദൈവസന്നിധിയിലേക്ക് നാം ആകർഷിക്കപ്പെടുകയാണ്. ആരാധന എന്നാൽ ദൈവത്താൽ ആവരണം ചെയ്യപ്പെടുകയാണ്. Being engrossed in him. Don't have time to explain anything else. ആരാധന എന്നാൽ we are wrapped up in him. ദൈവത്താൽ പൊതിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. ആരാധന എന്നാൽ experience the comfort and security of his shelter. ദൈവം തരുന്നതായ ദൈവത്തിന്റെ തണലിൽ ആശ്വാസവും ശാന്തവും അനുഭവിക്കുകയാണ്. Enjoying the warmth of his covering. ദൈവം നമ്മെ മൂടി നിൽക്കുന്നതിന്റെ ഊഷ്മളത അനുഭവിക്കുകയാണ്. And also experiencing or basking in the light of his glory. അവരുടെ തേജസ്സിന്റെ പ്രകാശത്തിൽ നിൽക്കുന്ന അനുഭവമാണ്. And absorbing the radiance of his presence. അവരുടെ സാന്നിധ്യം നൽകുന്ന ശോഭയിൽ അലിഞ്ഞില്ലാതാവുകയാണ് ആരാധന. ഇതൊന്നും പൂർണ്ണമല്ല. ഇത് ആരാധിച്ചു നോക്കണം. അപ്പോൾ മനസ്സിലാവുന്ന പേടിക്കില്ല, ഭയപ്പെടും. അങ്ങനെ ആരാധിച്ചാൽ the results in our become more like him. ദൈവത്തെ പോലെയാണ്. നമ്മുടെ വിശുദ്ധിയിലും കരുണയിലും സ്നേഹത്തിലും മനസ്സിലും കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഒക്കെ മനുഷ്യൻ ആശയവിനിമയം ദൈവം ചെയ്യുന്ന കഴിവുകളിലെല്ലാം നാം ദൈവത്തെ പോലെ ആയിക്കൊണ്ടിരിക്കും. It helps to prepare us for the eternal presence. അങ്ങനെയാണ് നാം ദൈവത്തെ ചിലരായിട്ട് വിളിക്കുന്നത്. When are we to worship? എപ്പോഴാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? ആരാധന എന്ന വാക്ക് കേൾക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ വരുന്ന പബ്ലിക് വർഷിപ്പാണ്, പബ്ലിക് അസംബ്ലിംഗ് ഓഫ് ക്രിസ്ത്യൻസ് ആണ്. അത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഈ കൂടി വന്നിരിക്കുന്ന നമ്മൾ എത്ര പേര് നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ച ജീവിതത്തിൽ ഒരു നിമിഷം പോലും, ഒരു 5 നിമിഷം പോലും, ദിവസത്തിൽ 5 മിനിറ്റ് പോലും ദൈവസഭയിൽ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് നന്ദി കരയിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ഒരു വചനവുമായി ഇരുന്ന് ദൈവത്തോട് ഇൻഡിവിജ്വലായിട്ട് ഒരു പ്രൈവറ്റ് മൊമെന്റ് ദൈവത്തോട് ഇല്ല എങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാൻ വിചാരിച്ചാണോ? If you and me are not enjoying a private moments with God, worship and praising and pouring our hearts with gratefulness, യേശുവിന്റെ ഹൃദയം തുറന്ന് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല എങ്കിൽ they'll never spiritually equipped to worship or pray. ആഴ്ചയുടെ ഒന്നാണ് തീർച്ചയായും പ്രത്യേകതയുണ്ട്. സമൂഹമായി ഏകാന്തമായി സംഘടിക്കപ്പെട്ട് ഒരേ അവസ്ഥയിൽ നാം ഒരുമിച്ച് കൂടിയാണ് ഒരേ വായനത്തെ സ്തുതിക്കാൻ. ഇവിടെ വെച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇവിടെ വെച്ച് ചെയ്യാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഭവനത്തിൽ ഒറ്റയ്ക്ക് കുടുംബമായിട്ട് ചെയ്യാൻ പറ്റില്ല. സുവിശേഷമല്ല ഒറ്റയ്ക്ക് കുടുംബമായിട്ട് ആർക്ക് ചെയ്യാൻ വിവാദമില്ലാത്തതുപോലെ അത് സഭ മുഖാന്തരം ചെയ്യണം. സഭയാണ് ദൈവത്തിന്റെ മുന്നിൽ. അതേപോലെ കർത്തൃമേശ ധർമ്മശേഖരം കോർപ്പറേറ്റ് വർഷിപ്പ് അസംബ്ലിയിൽ വെച്ചിരിക്കുന്നു. അത് വ്യക്തിപരമായി ചെയ്യാൻ അവകാശമില്ല. ലാസ്റ്റ്, ഹൗ ആർ വി ടു വർഷിപ്പ്? നാം ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കുന്നത്? പ്ലീസ് ലിസൺ കെയർഫുള്ളി. How worship conducted in the early church.
ആദിമസഭയിൽ എപ്രകാരമാണ് ദൈവത്തെ ആരാധിച്ചിരുന്നത് നോക്കാം. Some general principles were laid out by Paul. അപ്പോസ്തലനായ പൗലോസ് ചില പൊതുവായ തത്വങ്ങൾ, മാനദണ്ഡങ്ങൾ, ആദിമസഭ ദൈവത്തെ എങ്ങനെ ആരാധിച്ചു എന്നുള്ളത് വ്യക്തമായി രേഖപ്പെടുത്തുന്നു. 1 Corinthians chapter 11-14. 1 Corinthians 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ അവിടെ നൽകുന്ന പ്രിൻസിപ്പിൾസ് ടു ഗവേൺ ദ അസംബ്ലീസ്, വർഷിപ്പ് അസംബ്ലിയെ നിയന്ത്രിക്കേണ്ട ഘടകങ്ങൾ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഭാഗങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് ആരാധനയുടെ കൂട്ടായ്മ അല്ലെങ്കിൽ ആരാധനയുടെ കൂടിവരവിന്റെ പശ്ചാത്തലത്തിലാണ്. കാരണം 11 അധ്യായം 17 വാക്യം 11-17 വായിക്കാം. ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ you come together. That means it's a worship assembly. You come together. ഒന്നാമതായിട്ട് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? We have to come together for the betterment of each other. 11:17 പ്രകാരം ശ്രദ്ധിക്കുക, ദയവ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക, നല്ലപോലെ കൃത്യമായി എഴുതി വെക്കുക. നാം ഒരുമിച്ച് കൂടി വരേണ്ടത് ഓരോരുത്തരുടെയും നന്മയ്ക്കായിട്ടാണ്. എന്റെ നന്മയല്ല, മറ്റുള്ളവരുടെയും നന്മയ്ക്കായിട്ട് കൂടി വരണം. കാരണം അടുത്ത വാക്യത്തിൽ കൊരിന്ത്യസഭയുടെ പൗലോസ് പറയുമ്പോൾ അവിടെ നടുവിൽ എന്തുണ്ടെന്നാ പറഞ്ഞത്? ഇടർച്ചയുണ്ട്, ഭിന്നതയുണ്ട്. ഓരോരുത്തർക്കും അവിടെ കൂട്ടൊരു ഗ്രൂപ്പിൽ ഇവിടെ ഒരു ക്രിസ്ത്യ വരാന്ന് അവരിത്ര സംസാരിക്കുക, അവരവിടെ ഇവരിവിടെ. ഒരു ആത്മീക വർധന ആ വ്യക്തികൾക്കും ഉണ്ടാകില്ല, ആ സഭയ്ക്കും ഉണ്ടാകില്ല. അവിടെ ഭിന്നത ഉണ്ടായിരുന്നു കൊരിന്ത്യസഭയുടെ പശ്ചാത്തലത്തിൽ മാത്രം. ഒന്നാമതപ്പോൾ കൂടി വരുന്നത് ഓരോരുത്തരെയും നന്മയ്ക്കായിരിക്കും. നമ്മുടെ അന്തരീക്ഷം നന്മയ്ക്ക് വേണ്ടി കൂടി വന്നു എന്നുള്ള തിരിച്ചറിവുള്ള ഒരു സ്ഥലത്താണ് നാം ഓരോരുത്തരും ആത്മീകമായി ഡെവലപ്പ് ആകുന്നത്. അല്ല എങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാലത്ത് പ്രകടിപ്പിക്കും. ഐ വിൽ ഷോ മൈസെൽഫ്. ഞാൻ എന്നെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കും, ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യും. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, we have to keep the purpose in mind. കൂടി വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ 10 പേരുണ്ടെങ്കിൽ 10 പേരും 10 ഉത്തരം പറയും. പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി ഈ ഭാഗങ്ങളിൽ പറയും. പ്രത്യേകിച്ച് 27 മുതൽ 29 വരെ 11 അധ്യായം അവിടെ കർത്തൃമേശയെ കുറിച്ചാണെങ്കിൽ പോലും ആ കോണ്ടെക്സ്റ്റിൽ പറയും അവിടെ കൂടി വന്നവർക്ക് എന്തിനു വേണ്ടിയാണ് കൂടി വന്നത് എന്ന് അറിവുണ്ടായില്ല, മറന്നുപോയി. നമ്മൾ കൂടി വന്നതിന്റെ ഉദ്ദേശം വ്യക്തമായി ബോധ്യപ്പെടണം. ജോസഫ്, you need to know the purpose of coming together. ഞാൻ അവനെ കാണാൻ വന്നു, ഇവരെ കാണാൻ വന്നു, ആ ചേച്ചി പുതിയ സാരി വാങ്ങിച്ചതെന്ന് പറഞ്ഞു, 4 കൊല്ലം മാല വാങ്ങിച്ചതെന്ന് പറഞ്ഞു. I am going to see that. അത് ജൂബിലി ഷോപ്പിന്റെ വായിക്കൂടെ നടന്നാൽ മതി, ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. Why are we here? Why we are here? To worship God. കർത്തൃമേശയെ കുറിച്ച് വരുമ്പോൾ അയോഗ്യമാണ്. Because the wrong purpose, wrong spirit. കൊരിന്ത്യസഭയിലുള്ളവർ കടന്നു വന്നപ്പോൾ ഉദ്ദേശം തെറ്റ്, വന്ന ആത്മാവ് തെറ്റ്. പർപ്പസ് ഓഫ് അസംബ്ലി വാസ് ലോസ്റ്റ്. കൂടി വന്ന ഉദ്ദേശം തെറ്റായാൽ ആരാധന നടക്കില്ല. അതുകൊണ്ടാണ് പൗലോസ് 28 വാക്യത്തിൽ പറഞ്ഞത്, എന്ത് പറഞ്ഞത്? മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. അതായത് നമ്മൾ ശോധനയുടെ വേറൊന്നുമല്ല. Why I am here today? ഞാൻ എന്തിനു വേണ്ടി വന്നു? ഞാൻ പണ്ട് തമാശയ്ക്ക് പറയും, കുഞ്ഞിലെ ഞങ്ങളെ നിന്റെ ഇത് സംഭവിച്ചിട്ടുള്ളതാണ്. തിരുവനന്തപുരം പാളയം മാർക്കറ്റ് അടുത്താണ് യാക്കോബ് പള്ളി. ഞായറാഴ്ചയാണ് വേണ്ടി ഇറച്ചി വന്നത്. ഇവിടെ മാർക്കറ്റിൽ പോകണം, അതിനുള്ള സഞ്ചിയുമായിട്ട് പള്ളിക്കും. പള്ളിയുടെ വെളിയിരിക്കും, പള്ളി കഴിയുമ്പോൾ നേരെ മാർക്കറ്റിൽ പോകും. വേറെ ഏതോ കാര്യത്തിൽ പോകുന്ന വഴിക്ക് കിഴക്കിയ സ്ഥലം. അന്ന് ദൈവത്തെ അറിയാത്തല്ല, ഇന്ന് നാം ദൈവത്തെ അറിഞ്ഞവരാണ്. Third, we have to function as one body. ഇവിടെ കടന്നു വന്നിരിക്കുന്നവരെ ഏതെങ്കിലും തരത്തിൽ വിഭാഗീയതയോ ഒരു സഭയെ പോലെ നമുക്കുണ്ടെങ്കിൽ we are not worship. We have to function as one body. Chapter 12 verses 12 to 21. 12 അധ്യായം 12 മുതൽ 21 വരെ
12-ാം അധ്യായത്തിന്റെ 12 മുതൽ 21 വരെ എഴുതിയിടുക. God wants his people to meet together for worship. എബ്രായർക്ക് നമുക്കറിയാം, സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. ദൈവം ഡിസൈൻ ചെയ്തതാണ്, ദൈവം പ്ലാൻ ചെയ്തതാണ്. ശ്രദ്ധിക്കുക, ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിലും ശ്രദ്ധ വിടാതെ നോക്കുക. We need to build relationship not with God but also with each other. നാം കൂടി വരുമ്പോൾ ദൈവത്തോട് മാത്രമല്ല നമ്മുടെ ബന്ധം നാം വളർത്തേണ്ടത് പരസ്പരമുള്ള ബന്ധം ബിൽഡ് ചെയ്യണം, പരസ്പരമുള്ള ബന്ധം വർദ്ധിപ്പിക്കണം. അത് വീട്ടിലെ പ്രാർത്ഥനയിലും വീട്ടിലെ കൂട്ടായ്മയിലും കിട്ടുന്നില്ല. കോർപ്പറേറ്റ് വർഷിപ്പ് അസംബ്ലിയെ പ്ലാൻ ചെയ്തതാണ്. Provide something that other times do not offer. God designed it. ദൈവം എന്തിനാണ് സഭായോഗത്തെ ക്രമീകരിച്ചത്? Join participation in a faith building act. Join participation in faith building act. Stimulate a sense of fellowship and mutual encouragement. ഒരു കൂട്ടായ്മ, ഒരു എൻകറേജ്മെന്റ്, പരസ്പര കൂട്ടായ്മ. This is lost when division exists. ഇത് നഷ്ടപ്പെടും എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പിസം ആരെങ്കിലും കളിച്ചാൽ. We do not realize when ഇവിടെ നമ്മൾ മറന്നു പോകുന്ന കാര്യമുണ്ട്. ഈ ബന്ധത്തെ ശ്രദ്ധിക്കാതെ പോയാൽ ചിലർ വിചാരിക്കുന്നത് ഞാനും ദൈവവും തമ്മിൽ മാത്രം ഭയങ്കര ബന്ധമാണെന്നാണ്. Sorry brother, sorry sister, you don't have any relationship with God. കാണുന്ന സഹോദരനെ സ്നേഹിക്കാനും കാണുന്ന സഹോദരിയെ സന്ദർശിക്കാനും കഴിയുന്നില്ല എങ്കിൽ നീ നിന്റെ കുടുംബം മാത്രം, you don't have a relationship with God. നിങ്ങൾക്ക് ദൈവത്തെ അറിയില്ല. 4, we have to care about one another, giving honor to the less honorable members. മാനം കുറഞ്ഞ അവയവങ്ങളെ മാനിക്കുന്ന വിധത്തിൽ അന്യോന്യം കരുതലുള്ളവരാണ്. 1 Corinthians 12-ാം അധ്യായം 22 മുതൽ 25 വരെ. മാനം കുറഞ്ഞ അവയവങ്ങളെ മാനിക്കുന്ന വിധത്തിൽ അന്യോന്യം കരുതലുള്ളവരായിരിക്കണം. യാക്കോബ് 2-ാം അധ്യായം 1 മുതൽ 13 വരെ യാക്കോബ് മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയിൽ ധനവാന് ദരിദ്രന് കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? We may be tempted to ignore or avoid those members of the body who are not like we are. എന്നെ പോലെയല്ല അവർ എന്നെ പോലെ അറിവില്ല, എന്നെ പോലെ സുന്ദരനല്ല, എന്നെ പോലെ സുന്ദരിയല്ല. അതുകൊണ്ട് സഹോദരനോടോ സഹോദരിയോടോ അവർ നമ്മെ പോലെ അല്ല എന്ന കാരണത്താൽ അവരെ കണ്ടില്ലെന്ന് നടിക്കാനും തടഞ്ഞു കളയാനും ഒരിക്കലും ഇടവരരുത്. അത് സഭയല്ല. സഭായോഗം എന്ന് ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ജനത്തെ എല്ലാം തുല്യമായി കാണേണ്ട സ്ഥലമാണ്. ദൈവജനത്തെ എല്ലാം തുല്യമായി കാണേണ്ട സ്ഥലം. The assembly is a safe haven. H-A-V-E-N. Haven means അഭയസ്ഥാനം, ശരണം. ദൈവമക്കളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ദൈവമക്കൾ തുല്യമായി അനുഭവിക്കുന്ന ഒരു ശരണമാണ്. ഒരു സഭ ഒരിക്കലും ദരിദ്രയോ ഭംഗിയില്ലാത്തവരെയോ ക്രിസ്തു കൽപ്പിക്കപ്പെട്ടവരെയോ ലോകം കൈകാര്യം ചെയ്യുന്ന പോലെ ലോകം ഒരു അവഗണിക്കും, ചവിട്ടി പുറത്താക്കുന്ന വീട്ടിൽ ഒന്നിനും കൊള്ളാത്തവർ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന പോലെ സഭ കൈകാര്യം ചെയ്യാൻ പാടില്ല. ലോകം കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്യാൻ എപ്പോഴും ക്രിസ്തവ സഹോദരൻ, നമ്മുടെ പ്രിയ ആഗ്രഹ സഹോദരനെ കാര്യസുഖമില്ലാത്ത സഹോദരനാണ്. രാവിലെ വീട്ടിൽ പോയി ആ സഹോദരനെ ഓട്ടോറിക്ഷ കയറ്റി ഇവിടെ കൊണ്ടുവരും ആരാധനയ്ക്ക്. ക്രിസ്തവ ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് ആ സഹോദരൻ ഇവിടെ കൊണ്ടുവരും. അതുകൊണ്ടായിരുന്നു ക്യാമ്പിയായിട്ട് എന്തുകൊണ്ട് രണ്ടും നമ്മുടെ കൂടെ. പക്ഷെ ദരിദ്രരും അംഗഹീനരും ക്രിസ്തു കൽപ്പിക്കപ്പെട്ടവരും നമ്മുടെ കൂടെയും. The assembly is a retreat from the world for the outcast, the downtrodden, and those who are abused by cruel society. സമൂഹത്താൽ മുൻവേൽപ്പിക്കപ്പെട്ടവർ, തള്ളിക്കളയപ്പെട്ടവർ, ഉപദ്രവിക്കപ്പെട്ടവർ, അപമാനിക്കപ്പെട്ടവർ, അവരുടെ ഏറ്റവും വലിയ ആശ്വാസ കേന്ദ്രമായിരിക്കണം സഭ. അവരെ സംബന്ധിച്ച് സഭയിലേക്ക് വരുമ്പോൾ ശുദ്ധവായു ശ്വസിക്കുന്നത് പോലെ ഉള്ള ഒരു അനുഭവം അവർക്ക് കൊടുക്കാൻ കഴിയണം. We have to treat each other with love. സ്നേഹം. നോക്കാം, ഈ അധ്യായങ്ങളുടെ നടുവിൽ കിടക്കുന്ന അധ്യായമാണ് 1 Corinthians 13. 1 Corinthians 13 എന്തിന്റെ അധ്യായമാണ്? സ്നേഹം. ഇവിടെ എന്തിനാണ് ഈ അധ്യായം അവിടെ വെച്ചത്? ദൈവമക്കൾ ഒരുമിച്ചുള്ള വർഷിപ്പ് അസംബ്ലിയെ കുറിച്ച്
സഭയിൽ ദൈവമക്കൾ കൂടി വരുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഈ 4 അധ്യായത്തിന്റെ നടുവില് എന്തിനാണ് സ്നേഹത്തെ കുറിച്ച് വെച്ചത്? അതാണ് ശരിക്കും middle of instruction of worship. How we treat each other in corporate worship is a very, very important aspect. 14-ാമത്തെ 1-ാം വാക്യം പറയുന്നു, 14:1 സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പിൻ. സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പിൻ. ഇനി വീട്ടിൽ ചെന്നിട്ട് 1-13 അധ്യായം എടുത്ത് ആരാധനയുടെ അന്തരീക്ഷത്തിലാണ് ആ അധ്യായം നൽകിയിരിക്കുന്നത് എന്ന വിശ്വാസത്തോടൊന്ന് വായിച്ചു. എല്ലാം ശ്രമിക്കുന്നു, എല്ലാം ഓർക്കുന്നു, സ്നേഹം നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, ദീർഘമായി ശ്രമിക്കുന്നു, ദേഷ്യപ്പെടുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ദൈവമക്കൾ പരസ്പരം ഉണ്ടായിരിക്കും. ഇത് എവിടെയെങ്കിലും വീക്ഷിക്കുന്നത് അവിടെ പിന്നെ നടക്കുന്ന ആരാധനയല്ല. മറ്റുള്ള ആവശ്യങ്ങളും ഇഷ്ടങ്ങളും ആദ്യം മാനിക്കുന്നതാണ് സ്നേഹം. 6 അന്യോന്യം പ്രബോധിപ്പിക്കണം. ചാപ്റ്റർ 14 7 തവണ കാണുന്ന വാക്യം അന്യോന്യം പ്രബോധിപ്പിക്കണം. 85 അന്യോന്യം പ്രബോധിപ്പിക്കണം. 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, 4-ാം വാക്യം, 5-ാം വാക്യം. ചാപ്റ്റർ 14 3 4 5 14-ാം അധ്യായം 12-ാം വാക്യം, 17-ാം വാക്യം, 26-ാം വാക്യം, 31-ാം വാക്യം. 14-ാം അധ്യായത്തിന്റെ താക്കോൽ വാക്യമാണ് എന്ത്? ആത്മീയ വർദ്ധനം. ആത്മീയ വർദ്ധനം. The whole emphasis of worship. നാം ദൈവമക്കളായി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ പോയി വരുന്ന ഒരു പ്രധാന ഉദ്ദേശമാണ് ആത്മീയ വർദ്ധനം. അത് ഇതുവരെ പറഞ്ഞ 5 കാര്യങ്ങൾ ശരിക്കും നടന്നാൽ ഇത് നടക്കും. ഇതുവരെ പറഞ്ഞ 5 കാര്യങ്ങൾ ശരിക്കും നടന്നാൽ ഇത് നടക്കും. നാം കടന്നു വരുമ്പോൾ ആത്മീയ വർദ്ധനമുള്ളവരായി തിരിച്ചു പോകും. കാരണം സാത്താനും ലോകവും നമ്മൾ വീട്ടിൽ പോകുമ്പോൾ, സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മെ പല തരത്തിലും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന Satan and the world. അങ്ങനെ നമ്മൾ ആഴ്ചവട്ടന്റെ 1-ാം നാളിന് വേണ്ടി കാതോർത്തിരിക്കും. അങ്ങനെ നമ്മൾ കടന്നു വരുമ്പോൾ we are built up again. അതാണ് ഇബ്രാഹിമിന്റെ 10:25. ആരാധനാ സഭ പണിയുന്ന സമയങ്ങളാകണം, തകർക്കുന്ന സമയങ്ങളാണ്. ദൈവം വെറുതെ വേണ്ടി. Last, we have to do all things properly in order. 14-40. 14-ാം അധ്യായത്തിലെ 40-ാം വാക്യം അവിടെ എന്താ പറയുന്നത്? 14:40 സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. We have to do all things properly and in order. എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ആശയക്കുഴപ്പം ദൈവമക്കളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് ദൈവത്താൽ സംഭവിച്ചതല്ല, മനുഷ്യനാൽ സംഭവിച്ചത്. Any confusion is a worship assembly is created not by God but by man. ഏതെങ്കിലും തെറ്റായ ആത്മാവ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവാത്മാവല്ല, ഐശ്വര്യാത്മാവ്. ഈ 7 പ്രിൻസിപ്പിളുകളൊക്കെ 3 നിർദ്ദേശങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. Even though we go through right motive, say right word, sing the right song, still miss the worship. ഇപ്പോൾ നമ്മൾ കറക്റ്റ് മനോഭാവം, കറക്റ്റ് പാട്ട്, കറക്റ്റ് വാക്കുകളെല്ലാം ഉച്ചരിച്ചാലും ആരാധന നടക്കില്ല. കാരണം 3 കാരണങ്ങൾ. 1, നമ്മൾ കൂടി വന്നതിന്റെ ഉദ്ദേശം നഷ്ടപ്പെട്ടു. ഈ ജനം അത്രയും കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നുണ്ടായി 15:8. Because of the wrong purpose for assembly. കൂടി വന്നതിന്റെ ഉദ്ദേശം അറിയില്ല എങ്കിൽ നോ വർഷിപ്പ്. പാട്ട് കറക്റ്റ് ആയിരിക്കും, റൈറ്റ് മോട്ടീവ് ആയിരിക്കും, പക്ഷെ എന്തിനാ കൂടി വന്നത്? എല്ലാരും വന്ന് എന്നോട് വരാൻ പറഞ്ഞ ഞാൻ വന്നു. ഈ ജനം അത്രയും കൊണ്ട് എന്നെ ബഹുമാനിക്കും, പക്ഷെ ഹൃദയം എന്നെ വിട്ടു. രണ്ടാമത്, because sin in our life. പാപമുണ്ടെങ്കിൽ ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം പണിത്തിൽ വാക്ക് എടുത്തതേ ഉള്ളൂ. ദൈവത്തിലുള്ള അനേക വാക്യങ്ങൾ. ആമോസ് 5:21-27 വരെ. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ആമോസ് 5:21-27 വരെ. നമ്മുടെ ഡെയിലി ലൈഫ്, ദിവസമുള്ള ജീവിതം ദൈവത്തോട് നേരെയാണെങ്കിൽ മാത്രമേ ഈ കൂടി വരവിൽ ആരാധന നടക്കൂ. ഇപ്പൊ ഡെയിലി ലൈഫ് ഈസ് നോട്ട് ഇൻ ഹാർമണി. ശനിയാഴ്ച വരെ ദൈവത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത ജീവിതമാണ്. ഞായറാഴ്ച രാവിലെ വന്നതുകൊണ്ട് ഒരിക്കലും ബന്ധം കിട്ടി. Third, because we have done something to hurt a brother or sister. ആരാധനയ്ക്ക് മുടക്കം വരുന്ന 3-ാമത്തെ കാരണം, ഏതോ സഹോദരനോ സഹോദരിയോ ഞാൻ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെടുന്നത് വരെ എനിക്ക് ആരാധിക്കാൻ അവകാശം. മത്തായി 5-ാം അധ്യായം 23-24. So God ordained worship to change the way we live. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനാണ് ആരാധന തന്നത്. നമ്മുടെ ഉള്ളിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് വാർത്തെടുക്കുകയാണ്. ദൈവത്തിന്റെ ആവശ്യമില്ല, നമ്മുടെ ആവശ്യമാണ്.
ദൈവം സോമനിയാണ്, പരിമോചനാണ്, എല്ലാം നിറഞ്ഞവരാണ് എന്ന് ഒന്നിന്റെ ആവശ്യമില്ല. ദൈവമക്കളായി നമ്മൾ ആരെയും കൂടി വരുമ്പോൾ ഹൃദയം ഏകാഗ്രമാക്കുക. നമ്മുടെ പേഴ്സണൽ ടാലന്റുമായിട്ടുള്ള സ്ഥലമല്ല. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴാകട്ടെ, സംഗീത ശുശ്രൂഷ എടുക്കുമ്പോഴാകട്ടെ, the purpose of the minister should be, പങ്കെടുക്കുന്ന നിങ്ങളുടെയും ശുശ്രൂഷ ചെയ്യുന്നവരുടെ ഉദ്ദേശം to draw the people together into the very presence of God. ഞാൻ 130 സംഘത്തിൽ പോകാൻ വായിച്ചപ്പോൾ I was enjoying that. ഞാൻ ദൈവസാന്നിധ്യം അനുഭവിക്കുകയാണ്. It's a wonderful. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തിയും, കടന്നുള്ള ഓരോ വ്യക്തികളുടെയും ഉദ്ദേശം ഒറ്റ കാര്യം, നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു. ദൈവങ്ങളെ